എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു യാത്രാ വീഡിയോ ആണ്. മാമലക്കണ്ടം എന്നൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ് ഞാൻ. മാമലക്കണ്ടം എറണാകുളം ജില്ലയിലെ ഒരു ചെറിയൊരു ഗ്രാമമാണ്. അപ്പോൾ മാമലക്കണ്ടത്തിലെ ഏറ്റവും ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വനത്തിലൂടെ ഒരു യാത്രയാണ്. പിന്നെ നല്ല മലയോര പ്രദേശമാണ്, വെള്ളച്ചാട്ടവും നല്ല വ്യൂ പോയിൻറ്റ്സൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ കോതമംഗലം എന്നൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് നമുക്ക് മാമലക്കണ്ടം ബസ് കിട്ടും. ഇടുക്കി ജില്ലയും എറണാകുളം ജില്ലയും അതിർത്തി പങ്കിടുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് മാമലക്കണ്ടം. വനത്തിലൂടെയുള്ള യാത്രയായതുകൊണ്ട് അത് നല്ല കാഴ്ചയായിരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെയും കാണാം. എന്തായാലും അതിലൂടെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നല്ലൊരു കാഴ്ചയാണ്. എങ്ങും കാടും വനത്തിനുള്ളിലൂടെ, ഘോര വനത്തിലൂടെ ഒരു യാത്ര. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. മാമലക്കണ്ടം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ച് സമയമുണ്ട്. ഇവിടെ കണ്ടം നീരമംഗലം ഫോറസ്റ്റിനുള്ളിലൂടെയാണ് പോകുന്നത്. അപ്പം നമുക്ക് ആ കാട് നല്ലോണം കാണാം. നീരമംഗലം ഫോറസ്റ്റിൽ കിടക്കുകയാണ്.
അവസാനം ഞാൻ മാമലകണ്ടത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. എന്താ കാഴ്ച! ഓഹ് മൈ ഗോഡ്! അടിപൊളി കാഴ്ച. ആ ഒരു യാത്ര എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഇടുക്കി ജില്ലയിലെ മാമലക്കണ്ടം എന്ന സ്ഥലത്താണ്. അടിപൊളി സ്ഥലമാണ്. നേര്യമംഗലം ഫോറസ്റ്റിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് മാമലക്കണ്ടം. കോതമംഗലത്തിൽ നിന്ന് നമുക്ക് ഈ നേര്യമംഗലം ഫോറസ്റ്റ് വഴി, അപ്പോൾ ഈ സ്ഥലം എത്തണമെങ്കിൽ നമുക്കൊരു വലിയൊരു ഫോറസ്റ്റ് താണ്ടി കിടക്കണം. അത്യുഗ്രൻ യാത്രയായിരുന്നു. അത്യുഗ്രൻ എന്ന് ചോദിച്ചാൽ കാടും പച്ചപ്പും ഒന്നും പറയണ്ട, നല്ലൊരു വൈബായിരുന്നു ആ ഒരു യാത്ര. ഇത് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം കോതമംഗലം എന്നൊരു സ്ഥലത്തിറങ്ങണം. ആലുവയിൽ നിന്ന് 1 മണിക്കൂർ ദൂരമുണ്ട് കോതമംഗലം. അപ്പോൾ കോതമംഗലം ബസ് സ്റ്റാൻഡൊക്കെ വളരെ ഫേമസാണ്. അപ്പോൾ കോതമംഗലത്തിൽ ഇറങ്ങിയ മാമലകണ്ടത്തിലേക്ക് ബസ് ഉണ്ടാവും. അധികം ഉണ്ടാവില്ല, പക്ഷെ കുറച്ച് ഒന്ന് രാവിലെയും എനിക്ക് ഒന്ന് ഉച്ചക്കാണുള്ളത്. ഞാൻ 1 മണിക്കത്തെ ബസ്സിനാണ് കയറിയത്. കംപ്ലീറ്റ് കോടമഞ്ഞും മഴയും ഒന്നും പറയണ്ട. ഒരു വനയാത്ര തന്നെ കിട്ടില്ല. പിന്നെ ഇതാണ് ഞാനിപ്പോൾ ഇറങ്ങിയ സ്റ്റോപ്പിലെ കാഴ്ച കണ്ടപ്പോൾ 2 മലകളാണുള്ളത്. എൻ്റെ പൊന്നോ കിട്ടില്ല. ഇവിടെ ഒരു റിസോർട്ടിലേക്ക് വന്നതാണ്. മാമലക്കണ്ടത്തിൻ്റെ ഇതിന് മലയുടെ മുകളിലാണ് തോന്നുന്നു റിസോർട്ട്. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ ഇപ്പം വരും, ജീപ്പിലാണ് വരുന്നു പറഞ്ഞ്. അപ്പോൾ നമുക്കൊന്ന് പോയി കാത്തിരിക്കാം. ഇത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്, പക്ഷേ എറണാകുളത്തായിട്ട് കണക്റ്റഡ് ആണ്. സ്ഥലത്തിൻ്റെ പേര് കൊയിനിപ്പാറ ജംഗ്ഷൻ, മാമലക്കണ്ടം. ചെറിയൊരു ഹോട്ടലുണ്ട്, ജീപ്പ് സഫാരിയൊക്കെ. ഇത് BJP കാര്യാലയം ഓഫീസിൻ്റെ അവിടെയാണ് മാമലക്കണ്ടം. മെയിനായിട്ട് ഈ ട്രക്കിങ്ങും ഇങ്ങനത്തെ എല്ലാം ഉണ്ട് ഇവിടെ. ഒരു റിസോർട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കും.